ഒരു ഏരിയയിൽ എത്തിയപ്പോൾ ഇവിടെ പഴയ നിർമ്മിതികൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഒരുപാടുണ്ട്. ഇത് സംഭവം ജയിൽ തന്നെ ആയിരിക്കാനാണ് കേട്ടോ ചാൻസ്. കാരണം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്കും രണ്ട് സൈഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ കോലം കിടക്കുന്നത്. ഈ ഒരു ഏരിയയിൽ മൊത്തം ഉണ്ട്. നമ്മളുള്ളത് ജിഞ്ചൈക്കോട്ടെ സെഞ്ചൈക്കോട്ടെ എന്നൊക്കെ അറിയപ്പെടുന്ന തിരുവണ്ണാമലൈ, വിൽപ്പുറം, പോണ്ടിച്ചേരി ഒക്കെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു പ്രദേശത്തുള്ള ജിഞ്ചൈ എന്ന് പറയുന്ന ഒരു സ്ഥലത്താട്ടുള്ളത്. ഇവിടുത്തെ ഒരു കോട്ടയിലാണ്. ഇത് നമ്മളെ 3ാമത്തെ എപ്പിസോഡ് കേട്ടോ. ഇതിന് മുന്നുള്ള 2 എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ജയിലിൻ്റെ ഉൾവശം പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഇരുട്ടറ അപ്പുറത്തുനിന്നും കണ്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഓട്ട കണ്ടുട്ടാ. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ആയിട്ടാണ് ജയിൽ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പുറത്തുനിന്നും കണ്ടും ഇവിടെ ഇങ്ങനെ. അപ്പോൾ ഒരു മതിൽക്കെട്ടുകൾക്കുള്ളിൽ 2 എണ്ണം എന്നുള്ള രീതിയിൽ ഏരിയയിൽ നിന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ടുണ്ട് സംഭവങ്ങളൊക്കെ. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു വരാന്തയായിരുന്നു കേട്ടോ മൊത്തത്തിൽ. കുറച്ച് ദൂരം വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എൻട്രൻസ് മാതിരി തന്നെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അതായത് അപ്പുറത്തെ സൈഡിലേക്കുള്ള എൻട്രൻസ് ആവാൻ ചാൻസ് ഇട്ടാ. അതെ, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതാ ഇപ്പുറത്തെ സൈഡിലേക്കുള്ള എൻട്രൻസ് ആട്ടത്. ഇവിടെ ഇതേപോലെ കോട്ടൻ്റെ അല്ല ജയിലിൻ്റെ കവാടം കാണുന്നുണ്ട്. പിന്നെ മേലൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിട്ടുണ്ട്. ഇതേപോലെ തന്നെ കേട്ടോ ഈ കാണുന്നൊക്കെ ഓരോ ജയിലിൻ്റെ മുന്നിൽ കിടക്കുന്ന കവാടങ്ങളാണ് കേട്ടോ. ഇതാ ഈ ഒരു ഏരിയ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇതേപോലെ ഒരു കവാടം നീണ്ട് പരന്നൊരു ഹോൾ കേട്ടോ. ആ കാണുന്നതൊക്കെ ജയിലറകളാണ്. ഈ കാണുന്ന ഗ്യാപ്പുകളൊക്കെ പിൻഭാഗത്തേക്ക് പോയോക്കട്ടോ. ഇവിടെ ഇതേപോലെ ഉണ്ടോ നോക്കാം. ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെയും മൊത്തത്തിൽ ജയിലുകളാണ് ഈ കാണുന്നത് മൊത്തം. അപ്പോൾ ഇവിടെയും വരാന്ത ഉണ്ടായിട്ടുണ്ടായിരിക്കാം, പിന്നീട് നശിച്ചതായിരിക്കാം. വരാന്തി കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈ സൈഡിലും ഇതേപോലെ തന്നെ കേട്ടോ. ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ടും ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചിട്ടും ജയിലാണ് കേട്ടോ. ഇത് മൊത്തം ജയിലാണ്. ഇവിടെ നിന്നാണ് നോക്കിയാൽ കോട്ടൻ്റെ മേൽഭാഗം കാണാം. കയറാൻ പോകുന്നത് ഈ ഒരു ഏരിയക്കാണ് കേട്ടോ. ഈ ഒരു മേൽഭാഗത്തേക്ക് വന്നപ്പോൾ കണ്ടൊരു അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കോണി. ഇപ്പോഴല്ലേ നമ്മൾ ഇങ്ങനത്തെ സ്ഥലപരിമിതി വരുത്തിയിട്ടുള്ള കോണികൾ കണ്ടിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ കൂടി എത്രത്തോളം പഴക്കമുണ്ടെന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഇവിടെ നിന്ന് നോക്കിയപ്പോഴേ ഒരു പണ്ടത്തെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടക്കുന്ന മാതിരത്തെ ഒരു സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ആ കാണുന്നത് മൊത്തം ജയിലുകളാണ് കേട്ടോ. അതിൻ്റെ ബാക്കിൽ അപ്പുറത്തും ഇപ്പുറത്തേക്കും അങ്ങനെ ആക്കിയിട്ട് ഒരുപാടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇങ്ങോട്ടൊന്ന് കയറി വെക്കാം. പിന്നെ ആ കാണുന്നതാണ് കോട്ട. അങ്ങോട്ട് നമ്മൾ പോകണം. പിന്നെ ഈ കോട്ടൻ്റെ കാര്യം എടുത്ത് പറയേണ്ടത് ഫുള്ള് മൊത്തത്തിൽ നിഗൂഢതകൾ നിറഞ്ഞ കോട്ട കേട്ടോ. എല്ലാ ഭാഗവും നിർമ്മിക്കുമ്പോൾ സേഫ്റ്റി ഭയങ്കരമായിട്ട് ഇവർ കൈകാര്യം ചെയ്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ മേൽഭാഗത്തേക്ക് വന്നപ്പോൾ ഇവിടെയൊക്കെ തകർന്നു പോയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ മേലെ എടുത്ത് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും ഇതും സേഫ്റ്റി ഫീച്ചർ ഭയങ്കരമായിട്ട് നിർമ്മിച്ചാണ്. ഈ ഒരു മതിൽക്കെട്ടിനുള്ളിൽ ഈ ഒരു മതിൽക്കെട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഇത് വരുന്നത് കേട്ടോ നിർമ്മിതി. കാണുന്നത് ജയിലിൻ്റെ ഒരു കോർണർ ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ ജയിലുകൾ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ ബാക്കിൽ അവിടെ ഉണ്ട്. അവിടെയൊക്കെ ജയിലുകളുണ്ട് നിറച്ച്. ഇവിടെയൊക്കെ പിന്നെ തകർന്നു പോയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയൊക്കെ തകർന്നു പോയിട്ടുണ്ട്. ജയിലിൻ്റെ ഫൗണ്ടേഷനാണ് ഈ കാണുന്നത്. ആ സൈഡിൽ വരാന്നുണ്ട്. ഈ സൈഡിൽ നിന്ന് ആ സൈഡൊക്കെ ആയിട്ട് 2 സൈഡിൽ നിന്നും റൂമുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഫൗണ്ടേഷനാണ്. 3 കള്ളി. അതിൽ ആ തലക്കത്തെ കള്ളി വരാന്തയാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോണത്. ഇവിടെയൊക്കെ ഒരുപാട് നിർമ്മിതികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയൊരു കുളമാണ് കേട്ടോ. എങ്ങനെ നിർമ്മിച്ചിരിക്കണമെന്നുള്ളത് നോക്കുകയാണെ എന്ത് മനോഹരമായിട്ടുണ്ടെന്നുള്ളത് നോക്കുകയാണെ ചുറ്റുപുറം ഇങ്ങനെ നിൽക്കാനും ഇരിക്കാനും കിടക്കാനൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അതുപോലെ ഒരു മേൽഭാഗമാണ് കേട്ടോ. അങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു സ്ഥലം ഇവിടെ ഇങ്ങനെ ആയിട്ട് വരുന്നുണ്ട്. ഇതാ ഈ ഒരു ഏരിയ കൂടെ ഇങ്ങനെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കുളത്തേക്ക് പോവാം. നമ്മൾ ഈ ഒരു ഇതിലേക്കാട്ടോ കയറണത്. ഇവിടേക്ക് വരുമ്പോഴൊക്കെ എന്തായാലും വെള്ളം മസ്റ്റാട്ടാ. എൻ്റെ തോളത്ത് കിടക്കുന്നത് വെള്ളത്തിൻ്റെ ബോട്ടിലുള്ളൊരു ബാഗാണ്. ഏകദേശം 4-5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല തേക്കുന്നത്. കാരണം അത്ര ഏരിയ ഉണ്ട്. 2-3 ദിവസം എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ എന്താ പറയുക, നിർമ്മിതികൾ കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഓരോന്നും കാണുമ്പോൾ അതിൻ്റെതായ രസം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനെ പറ്റിയിട്ടുള്ള മൊത്തത്തിലുള്ള ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കയറുന്ന ഈ ഒരു വലിയൊരു ഉള്ളിലേക്കാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയും വലിയ കല്ലുകൾ കൊണ്ടൊക്കെ അന്ത കാലത്ത് നിർമ്മിച്ചിരുന്നല്ലോ എന്നുള്ളതാണ് കേട്ടോ. ഇത് ഈ ഗേറ്റൊക്കെ കാണുമ്പോൾ എന്ന് നിർമ്മിച്ചിരിക്കുന്നുള്ളതൊക്കെ നമുക്ക് വിലയിരുത്താം. ഇതൊക്കെ ആ ഓജി സാധനം തന്നെ ആവാനാണ് കേട്ടോ ചാൻസ്. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഇത് വലിയൊരു ഹോളാണ് കേട്ടോ. ഇതുപോലെ അടച്ചുറപ്പുള്ളൊരു ഹോളാണ്. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. വലിയൊരു ഹോള്. നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ.
ഇതൊക്കെ ഫുള്ള് കല്ലാണ് കേട്ടോ, കരിങ്കല്ല് തന്നെയാണ്. എന്തോ ഒരു പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് നമുക്കൊന്ന് കണ്ടോക്കെ എന്താന്നുള്ളത്. അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയക്കാട്ട് എത്തിയിട്ടുള്ളത്. നമ്മൾ എക്സ്പ്ലോർ ചെയ്ത ഈ ഒരു ബിൽഡിംഗ് ആണ്. ഇനി എക്സ്പ്ലോർ ചെയ്യാൻ പോണ ഈ ഒരു ഏരിയ ആണ് കേട്ടോ. നമ്മൾക്ക് ഈ ഒരു വഴിയിലൂടെ പോയി നോക്കാം. ഈ ഭാഗത്തായിട്ടൊരു കെട്ടിട നിർമ്മിതി കാണുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ട്, ഇവിടെയും കാണുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും നോക്കാം. അതൊക്കെ പിന്നെ ഓപ്പൺ പ്ലേസുകളാണ്, ഒക്കെ തകർന്നിട്ടുണ്ട് കേട്ടോ. അന്നത്തെ ആ ഒരു ക്വാളിറ്റിയിൽ നമ്മളെ മൈൻഡിലേക്ക് വരണം, അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇതിൽ സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ മേലേക്ക്. ഇതൊരു പാറയാണ് കേട്ടോ, അപ്പോൾ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് പോയേക്കാം. നമ്മൾ ആ ഒരു ബിൽഡിംഗ് എക്സ്പ്ലോർ ചെയ്തതിൻ്റെ ശേഷം ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടേക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ അവിടെ ഇങ്ങനെ ഒരു ബിൽഡിങ് കാണാണ്ട് അങ്ങോട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, ഓപ്പണായിട്ട് കിടക്കട്ടെ. അതേപോലെ ഇങ്ങനെ ഓപ്പണാണ് അപ്പുറപ്പുറമൊക്കെ. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി, നിർമ്മിതി ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടത് കേട്ടോ. ഫുള്ള് കരിങ്കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അടർന്നിട്ടുണ്ട്, പക്ഷെങ്കിലും ആ ഒരു നിൽപ്പ് നിൽക്കുന്നുണ്ടല്ലോ. ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു മണ്ഡപമാതിരി ഒന്ന് കാണുന്നുണ്ട് കേട്ടോ. അതൊക്കെ മേൽക്കൂരകളൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കിയാൽ ആ ഒരു മലമേലും ഇതേപോലെ കുറേ ഏരിയയിൽ മതിൽക്കെട്ടുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതിന് മേലെ മണ്ഡപവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും എൻട്രൻസ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കണേ, കാരണം നമുക്ക് കയറാനുള്ള ഈ ഒരു മലമക്കാണ്. ഈ ഒരു മലയാണ് മെയിൻ കേട്ടോ. പിന്നെ ഇത് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മലയും ഈ ഒരു പ്രദേശം തന്നെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ദിവസം ആവുന്നൊക്കെയാണ് ഇവിടുന്ന് ഇപ്പോൾ കിട്ടി വരും. മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു മതിലാണ്. ആ മതിലിൻ്റെ അവിടെ ഇങ്ങനെ ഒരു കവാടന്മാരൊരു ഏരിയ കാണുന്നുണ്ട്. പോയി നോക്കാം, അങ്ങോട്ട് ഗുഹ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കട്ടോ. ഇതൊന്നുമില്ല, ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഇതവിടെയൊക്കെ ഇത്രയും കനത്തിലുണ്ട് മതിൽ. ഇവിടെ ഇങ്ങനെ സ്വാമി ടെമ്പിൾ എന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയക്കാണ് ചിഹ്നം കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് അതായിരിക്കാം. ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ നമുക്ക് പോയേക്കാം. അതിന് മുന്നേ നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം കേട്ടോ, അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ആനനെ കെട്ടിയുന്ന ഒരു ഏരിയ കേട്ടോ. ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് എന്നീ ഭാഷകളിൽ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് നമ്മൾ കിടക്കുക കേട്ടോ. കിടക്കുമ്പോൾ തന്നെ പഴമയിലുള്ള ഗേറ്റ് കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഏരിയക്ക് സ്റ്റെപ്പ് കാണുന്നുണ്ട് കേട്ടോ. മേലേക്ക് എന്താ ഇട്ടറയിലുള്ള സ്റ്റെപ്പാണ് കാണുന്നത്. കൂടിയും കയറട്ടോ. അതിന് മുന്നേ നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു സ്റ്റെപ്പുകൾ കാണുന്നുണ്ട്. ഈ സ്റ്റെപ്പ് നമുക്ക് കയറി വെക്കാം. ആ ഏരിയയിലും സ്റ്റെപ്പ് കാണുന്നുണ്ട്, അവിടെ സ്റ്റെപ്പ് കാണുന്നുണ്ട്. മേൽക്കൂര അതുപോലെയാണ് കേട്ടോ. കയറി വന്നാൽ ഇതുപോലത്തെ ഒരു ഹോളിലേക്കാണ് എത്തുക. ഇവിടെ ഒഴിഞ്ഞ് കിടക്കുകയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. മേൽഭാഗം ഇങ്ങനെയാണ്, സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. നിൽക്കുന്നത് ഇതുപോലെ തന്നെ വേറെയാണ്, ഈ നിൽക്കുന്നത് ഇതുപോലെ വേറെയാണ് കേട്ടോ. ഇനി നമുക്കാണ് മേലേക്ക് കയറിയൊക്കെ അവിടെ എന്താണെന്നുള്ളത്. ആ ഏരിയയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടേ ഈ ഒരു സ്റ്റെപ്പ് കയറി വെക്കാണ് കേട്ടോ. എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം നമുക്ക്. മൊത്തം ഇരുട്ടാണ്. ഇപ്പോൾ ഫ്ലാഷ് ഓൺ ആക്കി. അവിടെ തുവലുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ, പ്രാവിൻ്റെ ഒക്കെ. ഇപ്പോൾ ലോക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ മലമേലെ ഗുഹകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് അവിടെയൊക്കെ പോയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഇതുണ്ട് ഇവിടുന്ന് താഴത്തേക്കുള്ള ആയം. പോട്ടെ നമ്മൾ കയറി കണ്ട ഒരു ബിൽഡിങ് ഇതാണ് കേട്ടോ. അതിൻ്റെ മേൽഭാഗത്ത് അടച്ചിട്ട ഭാഗം ഈ ഒരു ഭാഗത്താ. അവിടുത്തെ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ആണ് അതിൻ്റെ ആർച്ച് വരുന്നത്. ഇവിടെ ഒന്ന്, അവിടെ അങ്ങനെ നീണ്ടിട്ടൊന്ന്, അപ്പുറത്ത് ഇതേപോലെ നീണ്ടിട്ട് ഇങ്ങനെ ഒന്നിട്ടാ. അങ്ങനെ 3 ആർച്ചാണ് വരുന്നത്. എയർ പാസിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ ഓട്ടകളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഏരിയക്ക് എത്തിയപ്പോൾ കോട്ട മതിൽ ഇതുപോലെയാണ് കേട്ടോ. അപ്പോളേ 2-3 ദിവസം എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ ജിഞ്ചി കോട്ടെ. അപ്പോൾ നമ്മൾ പാർട്ടായിട്ടാണ് ഇടുക. ഇപ്പോൾ ഇട്ടിരിക്കുന്നത് 3ാമത്തെ പാർട്ടാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് 4, 5 ഇങ്ങനെ കയറി പോകും. എത്രത്തോളം ഉണ്ടോ അത്രത്തോളം കാണിക്കും. കാരണം A to Z വിഷ്വൽ കൊണ്ടുവരുന്നുണ്ട്.